നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്ത വീഡിയോ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സോ ദാറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റിലെ തന്നെ നമുക്ക് ഓർഡർ ബുക്കിലേക്ക് പോകാം. ട്രേഡിൽ നമുക്കിന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ വ്യൂ ഫസ്റ്റ് ടൈം നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മൾ ഷെയർ ആക്ച്വലി ഡൗൺ ട്രെൻഡിലാണോ അപ്പ് ട്രെൻഡിലാണോ എന്ന് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം അതിന് വലിയ കൺസിഡറേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ലായിരുന്നു. കാരണം ഓർഡർ ബ്ലോക്ക് എവിടെയുണ്ടോ അതിൽ ഹിറ്റ് ചെയ്താൽ റിവേഴ്സ് ആകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് നമ്മൾ ഹിസ്റ്റോറിക്കലി നടത്തിയ ഒരു കമ്പനിയുടെ പഠന റിപ്പോർട്ടിനെ പറ്റി നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് വീണ്ടും പറയുകയാണ്. 10 വർഷം ധാരാളം സ്റ്റോക്കുകളിൽ 10 വർഷത്തെ ബാക്ക് ടെസ്റ്റ് അവർ നടത്തിയതിൽ നിന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞത് ട്രെൻഡ് ട്രേഡിംഗ് അല്ല, മറിച്ച് ട്രെൻഡ് റിവേഴ്സൽസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് 72% വിന്നിംഗ് പ്രോബബിലിറ്റി കിട്ടുന്നതെന്നാണ് അവർ കണ്ടെത്തിയത്. നേരെ മറിച്ച് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ പറയും. എന്നിരുന്നാൽ പോലും ട്രെൻഡിൻ്റെ സൈഡിലേക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാക്സിമം കിട്ടുന്നതായിട്ട് അവർ കണ്ടെത്തിയത് 53-54% വിൻ റേഷ്യോയാണ്. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണുകൾക്ക് കുറച്ചധികം വിൻ റേഷ്യോ കൂടുതലായിട്ട്, അതായത് 20% എബോവ് വ്യത്യാസം കണ്ടെത്തിയത് കൊണ്ടിട്ട് തന്നെ നമ്മളും ട്രെൻഡ് റിവേഴ്സൽസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നും കൂടെ കരുതിയാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് എത്തുന്നത്. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ജേണൽ അനലൈസ് ചെയ്താൽ നമുക്കത് മനസ്സിലാകും. നമുക്കിവിടെ ഓൾറെഡി മോർ ദാൻ 50% വിൻ റേഷ്യോ ഈ മാസത്തിലാണെങ്കിലും അതുപോലെ തന്നെ 19 വിന്നും 11 ലോസും ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം ടോട്ടലി ആണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 19 + 11. അപ്പോൾ നമുക്ക് ആ വിൻ റേഷ്യോ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ എത്ര ഉണ്ടെന്നൊന്ന് നോക്കിപ്പോവാം. ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ, അതായത് 30 ദിവസമായി നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ 30 ദിവസത്തിൽ 19 ദിവസം നമുക്ക് പ്രോഫിറ്റും 11 ദിവസം ലോസുമാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് 63% വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ ഒരു ബിഗിനർ ട്രേഡറാണ്. നമുക്ക് പോലും റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തപ്പോൾ 63% കിട്ടുന്നു എന്നത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഏത് സൈഡിലേക്കാണ് എന്നത് കൺസിഡർ ചെയ്യാതെയാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഓർഡർ ബുക്കിൽ തന്നെ ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നതാണ്. നിങ്ങൾക്കിവിടെ ഓർഡർ ബ്ലോക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ബൈ നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്തിരുന്നത് ക്യാൻസൽ ചെയ്തു. അത് നമ്മൾ 9:28 പ്ലേസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നില്ല. 262.16 നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷേ മാർക്കറ്റ് വന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് എവിടെയാണെന്ന് നോക്കിയപ്പോൾ മുകളിലാണ്. ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. 265.50 ഹിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ, അതായത് ഈ ഒരു ക്യാൻഡിൽ 265.50 ടച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ നമ്മൾ മാർക്കറ്റ് ഓർഡർ ഇടുമായിരുന്നു. അപ്പോൾ ഓർഡർ ബുക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ സെല്ലിംഗ് ക്വാണ്ടിറ്റി ഫില്ലായേക്കുന്നത് 9:21 9:21 265.50 ഹിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്തത്. സോ ദാറ്റ് നമുക്ക് കിട്ടിയ പ്രൈസ് 265.34 നമുക്ക് എൻട്രി അവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ വ്യൂ ഈ ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് മുകളിലേക്ക് എടുക്കാനായിരുന്നു. രണ്ടാമത് ആ വ്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു. അതേ സ്റ്റോക്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡറായിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് സെല്ല് ചെയ്തു. ഇത് ഏത് സംഭവിച്ചാലും ഇന്നത് ശരിയാകുമായിരുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് 1:2 ഇതായിരുന്നു. നമ്മൾ 1:2 എക്സിറ്റ് എടുത്തില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് ഇന്ന് എന്തായാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേ പറ്റൂ എന്നൊരവസ്ഥയിലായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുവാണ് ഉണ്ടായത്. സോ ദാറ്റ് നമ്മൾ എക്സിറ്റ് എടുത്തേക്കുന്ന പ്രൈസ് ബൈബാക്ക് ചെയ്തേക്കുന്നത് 263.54 നമ്മൾ ബൈബാക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 263.54 ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ബൈബാക്ക് ചെയ്തു. അതായത് 1:1 തൊട്ട് മുകളിൽ നമ്മൾ ബൈബാക്ക് ചെയ്ത് പോരുകയാണ് ചെയ്തത്.
അപ്പോൾ ഇത് 1:2ഉം 1:3യും ഓൾറെഡി ഇന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്താൽ പോലും നമ്മൾ ഈ 30 ദിവസവും ചെയ്തത് അങ്ങനെയാണ്. ഡയറക്ഷനെ പറ്റി നമ്മൾ ഫോക്കസ്ഡ് അല്ലായിരുന്നു. എങ്ങോട്ട് പോയാലും ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്താൽ റിവേഴ്സൽ ട്രേഡുകൾ എടുക്കുക എന്നതായിരുന്നു. അതായത് ഒരു ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്ന് പറയാം. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഏതാണ്, ലോങ് ടൈം ട്രെൻഡ് ഏതാണെന്നുള്ളത് കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും 63% നമുക്ക് ഓവറോൾ വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഈ മാസത്തെ വിൻ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 16 ദിവസം നമ്മൾ ഈ മാസം ട്രേഡ് ചെയ്തു. അതിനകത്ത് നമുക്ക് 56% വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മാസം നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സൽ ട്രേഡിങ്ങിൻ്റെ ഗുണത്തെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ട്രെൻഡ് ട്രേഡിങ്ങിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് റിസൾട്ട് തരുന്നത് റിവേഴ്സൽ ട്രേഡാണെന്ന് ചുമ്മാ പറയുന്നതല്ല, 10 വർഷത്തെ ഡാറ്റ വെച്ചിട്ടാണ് അവർ ആ കണക്കുകൾ പറയുന്നത്. ഒപ്പം തന്നെ ഈ ട്രേഡ് എടുത്ത രീതി വെച്ചിട്ട് ട്രേഡിംഗ് ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജിനെ പറ്റി ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിതായിരുന്നു, ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസത്തെ നമ്മുടെ എൻട്രി പോയിൻ്റ് ഓൾമോസ്റ്റ് ടൈംസും ആ ദിവസത്തെ അതിൻ്റെ ഒന്നുകിൽ ഹൈയിലോ അല്ലെങ്കിൽ ലോയിലോ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നു എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? അതായത് ഒരു ദിവസം ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹൈയും ലോയും കാണാൻ പറ്റുന്നുണ്ടാകും മാർക്കറ്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിൻ്റെ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഡെഫിനിഷൻ എന്ന പോലെ പറയുന്നത് പോലും എന്താണ്? ബൈ അറ്റ് ലോ, സെൽ അറ്റ് ഹൈ. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എവിടെയാണ് റണ്ണിങ് മാർക്കറ്റിൻ്റെ ലോ ഏതാണ്, റണ്ണിങ് മാർക്കറ്റിൻ്റെ ഹൈ ഏതാണ്? അത് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത് ന്യായമായൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്ന അതാണ്, എവിടെയാണ് ഈ മാർക്കറ്റിൻ്റെ ഹൈ, എവിടെയാണ് ഈ മാർക്കറ്റിൻ്റെ ലോ? റണ്ണിങ് മാർക്കറ്റിൽ നമുക്കത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സത്യം പറഞ്ഞാൽ ഒരു മാർഗ്ഗവും ഇല്ല. എന്ത് മാർഗ്ഗമുള്ളത്? ഇല്ല. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഓർഡർ ബ്ലോക്കുകളെ കൺസിഡർ ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് നമ്മളുടെ പല വീഡിയോ എടുത്ത് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മളുടെ എൻട്രികൾ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അടിച്ച ഓരോ എൻട്രികളും അന്നത്തെ ഒന്നുകിൽ ആ സ്റ്റോക്കിൻ്റെ ലോയിലാണ് അല്ലെങ്കിൽ അന്നത്തെ ഹൈയിലാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ആ ലോയും ഹൈയും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു എന്നൊരു അഡ്വാൻറ്റേജും കൂടെ ഈ ഓർഡർ ബ്ലോക്ക് നമുക്ക് തരുന്നുണ്ട്. സോ ദാറ്റ് ഈ സ്ട്രാറ്റജി വളരെയധികം ഗുണപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ 1:4 അത് കവർ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. 263 1:4ൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ 260 265 നമുക്കത് 1:4 ആണ്. 260 14 വരെ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ 260 5 ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1:4 ഈ സ്റ്റോക്ക് പോയി എന്ന് പറയാം. സോ ദാറ്റ് നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഹൈ റിസ്ക് റിവാർഡ് ഈ ട്രേഡ് തരുന്നുണ്ട്. ഇല്ലെങ്കിൽ മാക്സിമം നമുക്ക് സുഖകരമായി ധൈര്യത്തോടെ എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഇത് 1:4 ടച്ച് ചെയ്തിട്ടുണ്ട്, എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ ട്രേഡുകളും വരുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ ഓർഡർ ബുക്കിൽ അടയാളപ്പെടുത്തിയും വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇത് 1:4 ഓൾറെഡി ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോഫിറ്റ് അടിച്ച ഓരോ ദിവസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1:2 എന്ന ദിവസം വളരെ കുറവാണ് എന്നുള്ളതാണ്. 1:5 3ക്ക് മുകളിലാണ് ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ മാർക്കറ്റ് പോയിരിക്കുന്നത്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ 1:2 മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞു 200 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഈ 1:3 എബോ കണ്ടിന്യൂസ് ക്യാപ്ചർ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തേണ്ടതാണ്. പ്രാക്ടീസ് മേക്സ് മെൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അത് രീതിയിൽ നമ്മൾ മിമിക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 157 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ജേണൽ എഴുതുന്നേ ഇല്ലായിരുന്നു. ജേണൽ കൃത്യമായി എഴുതുക ഇല്ലെങ്കിൽ എഴുതി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ കണ്ട എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും കാലം ട്രേഡ് ചെയ്തതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അക്കൗണ്ട് വാഷ് ഔട്ട് ആവാതെ നമ്മൾ ഒരു
200 ദിവസത്തിനടുത്ത് 150 ദിവസം കവർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. മറ്റ് പലപ്പോഴും ജേണൽ എഴുതുന്നതിന് മുന്നേ നമ്മൾ അക്കൗണ്ടിലൊരു പൈസ ഉണ്ടാകും, നമ്മൾ പൊസിഷൻ സൈസ് കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മുടെ റൂൾസ് നമ്മൾ വെച്ചിട്ടുണ്ടാകും, അത് നമ്മൾ വയലേറ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു 30-40 ദിവസം മാക്സിമമാണ് നമ്മൾ അക്കൗണ്ടിൽ എത്ര തുകയുണ്ടെങ്കിലും അത് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. ഈ ജേണൽ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ കലാപരിപാടിയൊക്കെ അവസാനിച്ച് നമ്മളൊരു ഡിസിപ്ലിൻഡ് ട്രേഡറായി മാറാൻ തുടങ്ങിയത് അവിടെ തൊട്ടിട്ടാണ്. സോ ദാറ്റ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ജേണൽ എഴുതി തുടങ്ങുന്ന ശീലം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തോളൂ. 2, നമ്മൾ പല വിധത്തിലുള്ള സ്ട്രാറ്റജികൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു നമ്മുടെ ഈ ഒരു 157 ദിവസത്തിനുള്ളിൽ തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ വിൻ റേഷ്യോ തന്നുകൊണ്ടിരിക്കുന്നത് ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്റ്റൈലാണ്. സോ ദാറ്റ് അത് നിങ്ങളൊന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ റിവേഴ്സൽ ട്രേഡിങ്ങിനാണ് ട്രെൻഡ് ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ വിന്നിങ് പ്രോബബിലിറ്റി ഉള്ളത് എന്നാണ് പഠനം നടത്തിയ സ്ഥാപനങ്ങൾ പറയുന്നത്. സോ ദാറ്റ് അവർ നടത്തിയ പഠനം അത്രമാത്രം ഫലവത്താണ്, കൃത്യതയുള്ളതാണ് എന്നതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കും കാണാൻ പറ്റുന്നത്. അതിനെ കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 100 ഡേയ്സിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ആ ഒരു വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സ്റ്റിൽ ഡൗൺഫോളിലാണ് ഉള്ളത്. ഇവിടെയാണ് 1:1 കിട്ടിയിരിക്കുന്നത്, ഇവിടെയാണ് 1:4 വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.